ജംഷീർ ഉള്ളത് വയനാട് കൽപ്പറ്റയിലാണ്. ജംഷീർ, പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രവർത്തകർക്ക് എത്രത്തോളം ആവേശം നൽകുന്നുണ്ട്? നേതൃത്വം പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ എങ്ങനെ കാണുന്നു? ദിവ്യ, തീർച്ചയായിട്ടും വളരെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. ഇന്നലെ രാത്രി തന്നെ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടനം നടത്തുകയും പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നേതാക്കന്മാരും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അല്പം മുമ്പ് നമ്മൾ DCC പ്രസിഡന്റുമായി സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് കൽപ്പറ്റയിലെ DCC ഓഫീസ് പരിസരത്താണ്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകരൊക്കെ ഉണ്ട്. അരമണിക്കൂറിനകം തന്നെ ഇവിടെ ഒരു DCCയുടെ പ്രധാനപ്പെട്ട യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ ഈ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയുള്ള ആദ്യത്തെ യോഗമാണ് ചേരുന്നത്. DCC ജനറൽ സെക്രട്ടറി ബിനു തോമസ് ഇപ്പോൾ മീഡിയ മണ്ഡപം ചേരുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ പ്രിയങ്കയുടെ ഈ സ്ഥാനാർത്ഥിത്വം? വയനാട്ടിലെ വോട്ടർമാർ ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്നലെ വൈകുന്നേരം നടന്ന ഈ പ്രഖ്യാപനത്തെ കണ്ടിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വയനാടിനെ ഏറെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്കറിയാം. വയനാടും രാഹുൽ ഗാന്ധിയെ സ്നേഹിച്ചിരുന്നു. ഗാന്ധി കുടുംബവും വയനാടുമായി ഒരിക്കലും അകലാൻ പറ്റാത്ത വലിയൊരു ബന്ധം കഴിഞ്ഞ കുറേ കാലങ്ങളായി അത് രൂപീകരിച്ച് വന്നിട്ടുണ്ട്. വളരെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇവിടുത്തെ MP ആയി തീരുകയും അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് അനുഭവിച്ച ഒട്ടേറെ ത്യാഗങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു ബാക്ക് ബോൺ സപ്പോർട്ടായിട്ട് വയനാട്ടുകാർക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കുന്നവരാണ് വയനാട്ടിലെ വോട്ടർമാരെല്ലാവരും. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുകയും അദ്ദേഹത്തിന് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വയനാട് നിന്ന് മാറേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടുകാർക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ AICC എടുത്തിട്ടുള്ളത്. അത് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കാണുന്ന ഒരു ആവേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും സാധാരണ ജനങ്ങളും കാണിക്കുന്ന ഒരു ആവേശം എന്ന് പറയുന്നത്, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടിന് പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കാൻ വയനാടിന്റെ ശബ്ദമായി ഇരു ഗാന്ധിമാരും വയനാട്ടിലുണ്ടാകുന്ന ഒരു സാഹചര്യം ഒരുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി പാർട്ടി മുമ്പോട്ട് പോവുകയാണ്. അതിന് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും ഒരു പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ നെഹ്റു കുടുംബത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മണ്ഡലം കൂടിയായി മാറുകയാണ്. തീർച്ചയായിട്ടും നെഹ്റു കുടുംബത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലമായി മാറുക എന്നുള്ളത് അടിവരയിട്ട് എന്ന് പറയാം. AICCയുടെ തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. അത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിന് അന്യല്ല. രാഹുൽ ഗാന്ധിയുടെ 2019 ഇലക്ഷനോട് കൂടി നമ്മളെ ഒരു സ്വന്തം ആളായിട്ട്, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളുടെ ഒരു കുടുംബാംഗമായിട്ട് പ്രിയങ്ക ഗാന്ധി മാറിയിരിക്കുക. ഈ തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. 2019 രാഹുൽ ഗാന്ധി എത്ര വോട്ടിന്, ഏകദേശം 4,31,770 വോട്ടിനാണ് തിരിച്ചത്. അതിനേക്കാട്ടും കൂടുതൽ 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കുന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. അതായത് നമ്മുടെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ 2 MP-മാരാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഒരു നിയോജകമണ്ഡലത്തിലുമില്ല. കാരണം പ്രിയങ്കയും രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ അദ്ദേഹത്തിന്റെ ഹൃദയം മൊത്തം വയനാട്ടുകാരുടെ ഉൾപ്പെടുത്തിയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തുണച്ച നിയോജകമണ്ഡലം എന്ന നിലയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ജീവിതകാലം മൊത്തം ഞങ്ങൾ വയനാട്ടുകാരോടൊപ്പം ഉണ്ടാകും. അത് മാത്രമാണ്, ആ വാക്കിൽ മാത്രം വയനാട്ടുകാർ കോൺഗ്രസിനോടൊപ്പവും അതുപോലെ രാഹുൽ ഗാന്ധിയോടൊപ്പവും ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയും. തീർച്ചയായിട്ടും അത് തന്നെ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ വൈകാരികമായൊരു ബന്ധം വയനാടുമായുണ്ട് എന്നുള്ള ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ചേർത്ത് നിർത്തിയ വയനാട്ടുകാരോട് തനിക്ക് തീർത്താത്തീരാത്ത കടപ്പാടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക വരികയാണെങ്കിൽ പോലും രാഹുലിൻ്റെ ഒരു കണ്ണുകൂടി വയനാട്ടിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പ്രവർത്തകരും നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത്. മാത്രമല്ല ഒരുപക്ഷെ വലിയ ആവേശം, രാഹുലിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ വിജയിപ്പിച്ച് അയക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി നേതാക്കന്മാരും പ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ DCCയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം ചേരാനിരിക്കുകയാണ്. ദിവ്യ.